ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളെല്ലാവരും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡ്രൈ ഭിണ്ടി മസാലയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചപ്പാത്തി പുൽക്ക പറാട്ടയുടെ കൂടെ ആണെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കൂട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ഏറ്റവും അത് നമുക്കാണെങ്കിൽ 1/2 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ കഴുകി ഇത് ചെറിയ വലിയ കഷ്ണത്തിൽ വേണേ മുറിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കാണെങ്കിൽ അതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഒരു മിക്സി ജാർ എടുക്കാം. മല്ലിയിലയുടെ തണ്ട് നമുക്ക് വേണം കുറച്ച് എടുക്കാനായിട്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അതിന് തണ്ടൊന്നും കളയാൻ പാടില്ല. കൂട്ടാനത് പറ്റുന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എല്ലാം കൂട്ടാനകത്ത് കേട്ടോ. എന്നിട്ട് നമുക്കാണെങ്കിൽ അത് 2-3 പച്ചമുളകും പിന്നെ 2 ഇഞ്ചിൻ്റെ അത്രയും കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 5-6 ഉണക്കമുളകും പിന്നെ 4 ടീസ്പൂൺ നമുക്ക് മുഴുവൻ മല്ലിയും 2 ടീസ്പൂൺ നമുക്ക് പെരിഞ്ചീരകവും 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ കുരുമുളകും മുഴുവൻ കുരുമുളക് അങ്ങനെ വേണേ ആഡ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം വെള്ളം ഒഴിക്കാതെ പൗഡർ ഫോമിൽ നമുക്കിത് ആക്കിയെടുക്കാം. നന്നായിട്ട് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേണം ചെയ്യാനായിട്ട്. ഇതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു കടായി എടുക്കാം. കടായിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ വെണ്ടയ്ക്ക നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അല്ല അഥവാ ഞാൻ ചെയ്യുന്നോട്ട് ചെയ്താൽ മതിയെങ്കിൽ കുറച്ച് സമയം എടുക്കും. എന്നാലും ആ പാകത്തിന് തന്നെ ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ വെണ്ടയ്ക്ക കുറച്ച് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്കാണെങ്കിൽ ഇത് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. അടയ്ക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ ആണെങ്കിൽ ഇതിനകത്തുനിന്ന് ഇതിൻ്റെ ഒട്ടുന്ന കൂട്ടിങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴകുഴാന്നങ്ങ് ആയിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തുറന്ന് തന്നെ ഇങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിക്കഴിയുമ്പോൾ നമുക്കിതൊരു വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. ഈ നമ്മളാണെങ്കിൽ മസാലയൊക്കെ റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് മുന്നേ നിങ്ങൾക്ക് കടായിലേക്ക് നമുക്ക് തോന്നുന്നുണ്ട് എണ്ണ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ എക്സ്ട്രാ കുറച്ചും കൂടി 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണേ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസ് പുതിയ കാണാൻ താല്പര്യമുണ്ടെന്ന് വെച്ചാൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കാണെങ്കിൽ അതിനകത്ത് ഈ മസാല നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്നില്ല അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് സോത്തേ ചെയ്തെടുക്കാം. മസാലയൊക്കെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ വെണ്ടയ്ക്ക വറുത്ത് വെച്ചേക്കുന്നില്ല നമുക്ക് അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമുക്ക് ഉപ്പും ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ 80% വെന്ത് തന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി ഒരു 20% കൂടി വേവാനുണ്ട്. അത് നമുക്ക് അടച്ച് ഇതിനകത്ത് നമുക്ക് വേവിച്ചൊരു 10 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇടയ്ക്ക് ഒരു വട്ടം ഇളക്കി കൊടുക്കണേ. അപ്പോൾ നന്നായിട്ട് എല്ലായിടവും ഒന്നും വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് അടച്ച് നമുക്ക് കുറച്ച് നേരം കൂടെ 10 മിനിറ്റത്തേക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് നോക്കണം ഉപ്പൊക്കെ പാകത്തിനുണ്ടോ ഇല്ലയോ എന്ന്. ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ താണെങ്കിൽ 1 ടീസ്പൂൺ ഡ്രൈ മാംഗോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇതില്ലെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമുറി നാരങ്ങയുടെ നീര് കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ മതി. എപ്പോഴും ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കഴിക്കും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നമുക്ക് അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് മല്ലിയിലും കൂടെ വിതറിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈ ഭിണ്ടി മസാല റെഡി ആയിട്ടുണ്ട് സെർവ് ചെയ്യാനായിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.